ഹായ്, വെൽക്കം ടു ECS ലേണിംഗ്. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ഡാക്കൂർ കാ കുആം എന്ന കഥയാണ് എടുക്കാൻ പോകുന്നത്. ഈ കഥ എഴുതിയിട്ടുള്ളത് പ്രേംചന്ദാണ്. പ്രേംചന്ദ് ഈ കഹാനിയിലെ ഉന്നതരും താഴ്ന്നവരും തമ്മിലുള്ള ജാതി വ്യത്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹൃദയസ്പർശിയായ ഈ കഥ നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ലേഖകനെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. ആരാണ് ലേഖകൻ? പ്രേംചന്ദ്. ജന്മ 31 ജൂലൈ 1880, 1880. ജൂലൈ 31 നമ്മുടെ പ്രേംചന്ദ് ജനിച്ചിട്ടുള്ളത്. അതുപോലെ നിധൻ, മരണം 8 അക്ടോബർ 1936, 1936 ഒക്ടോബർ 8 പ്രേംചന്ദ് മരിച്ചിട്ടുള്ളത്. आप हिंदी और उर्दू के महान ഭാരതീയ ലേഖകോं में से एक है. അദ്ദേഹം ഹിന്ദിയിലെയും ഉറുദുവിലെയും പ്രധാനപ്പെട്ട ഭാരതീയ ലേഖകന്മാരിൽ ഒരാളാണ്. ഭാരതത്തിലെ പ്രധാനപ്പെട്ട ലേഖകന്മാരിൽ ഉറുദു ഹിന്ദി ലേഖകന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് പ്രേംചന്ദ്. आप एक संवेदनशील लेखक, सचेत नागरिक तथा कुशल वक्ता थे. അദ്ദേഹം ഒരു സംവേദനശീല, സെൻസിറ്റീവായ ഒരു ലേഖകനും അതുപോലെ തന്നെ നല്ല ബോധമുള്ള സച്ചേത നല്ലൊരു ബോധമുള്ള പൗരനും അതുപോലെ തന്നെ കുശൽ വക്താത്തെ നല്ലൊരു പ്രാസംഗികനുമായിരുന്നു. आपने उपन्यास, कहानी, नाटक, समीक्षा, लेख, संपादकीय, संस्मरण आदि अनेक विधाओं में സാഹിത്യ സൃഷ്ടിക്ക്. ഏതെല്ലാം മേഖലയിലാണ് അദ്ദേഹം തൻ്റെ സാഹിത്യ സൃഷ്ടികൾ ഉണ്ടാക്കിയിട്ടുള്ളത്? നാടകം, ഉപന്യാസം, കഥ, സമീക്ഷ, ലേഖൻ, സമ്പാദകി, എഡിറ്റോറിയൽ, സംസ്മരൺ, ഓർമ്മക്കുറിപ്പ് മുതലായ എല്ലാ മേഖലകളിലും അദ്ദേഹം തൻ്റെ സാഹിത്യ സൃഷ്ടികൾ നടത്തിയിട്ടുണ്ട്. ഉപന്യാസോं के क्षेत्र में आपके बहुमूल्य योगदान के कारण आप ഉപന്യാസ് സാമ്രാട്ട് പുക്കാരെ ജാത്തെ ഹെ. ഈ മേഖലകളിലൊക്കെ അയാൾ സാഹിത്യ സൃഷ്ടി നടത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് കൂടുതൽ പ്രശസ്തി നേടിക്കൊടുത്തത് ഏതാണ്? ഉപന്യാസങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംഭാവനകൾ ഉപന്യാസത്തിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഉപന്യാസ് ചക്രവർത്തി എന്ന് വിളിക്കപ്പെടുന്നു. സാമ്രാട്ട് എന്ന് പറഞ്ഞാൽ ചക്രവർത്തി, പുക്കാറിനെ വിളിക്കുക. സേവാസദൻ, പ്രേമാശ്രം, രംഗഭൂമി, നിർമ്മല, കായാകൽപ്പ്, ഖപ്പൻ, കർമ്മഭൂമി, ഗോദാൻ ആദി ആപ്കെ ഉപന്യാസ് ഹെ. സേവാസദനും പ്രേമാശ്രം, രംഗഭൂമി, നിർമ്മല, കായാകൽപ്പ്, ഖപ്പൻ, കർമ്മഭൂമി, ഗോദാൻ മുതലായ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ രചനകളാണ്. ഡാക്കൂർ കാ കുആം, ഡാക്കൂറിൻ്റെ കിണർ. ഡാക്കൂർ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയരുടെ ഒരു സ്ഥാനപ്പേരാണ് കേട്ടോ, അത് ഓർത്ത് വെക്കുക. ജോക്കുനെ ലോട്ട മുഹ്സെ ലഖായ തോ പാനി മേ സഖ്ത് ബദ്ബുആയി. ജോക്കു നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രമാണ്. ലോട്ട മൊന്ത, വെള്ളമൊക്കെ എടുക്കുന്ന ചെറിയ സ്റ്റീലിൻ്റെ പാത്രത്തിനാണ് ലോട്ട എന്ന് പറയുന്നത്. മുഹ്സെ ലഖായ തോ പാനി മേ സഖ്ത് ബദ്ബുആയി. മുഹ് വായ, ലഖാന എന്ന് പറഞ്ഞാൽ വായയോട് അടുപ്പിക്കുക. പാനി വെള്ളം, പാനിമേ വെള്ളത്തിൽ, സഖ്ത് രൂക്ഷമായ, ബദ്ബു ദുർഗന്ധം, ആയി വന്നു. ജോക്കോ ലോട്ട മുഹ്സെ ലഖായാത്തോ, ആ മൊന്ത വായയോട് അടുപ്പിച്ചപ്പോൾ പാനിമേ വെള്ളത്തിൽ, സഖ്ത് ബദ്ബു ആയി വെള്ളത്തിൽ നിന്നും ശക്തമായ ദുർഗന്ധം വന്നു, രൂക്ഷമായ ദുർഗന്ധം വന്നു. ഗംഗി സെ ബോല, ഗംഗി നമ്മുടെ കഥയിലെ രണ്ടാമത്തെ കഥാപാത്രമാണ്. ജോക്കുവിൻ്റെ ഭാര്യ കൂടിയാണ് ഗംഗി. ഗംഗി സെ ബോല, ജോക്കു ഗംഗിയോട് പറഞ്ഞു. യേ കൈസ പാനി ഹേ, ഇത് എന്തു വെള്ളമാണ്? മാരെ ബാസ് കെ പിയാ നഹീ ജാത്ത, മാരെ കാരണം, ബാസ് ദുർഗന്ധം, പിയ പീന കുടിക്കുക, നഹീ ജാത്ത കഴിയുന്നില്ല. മാരെ ബാസ് കെ പിയാ നഹീ ജാത്ത, ദുർഗന്ധം കാരണം ഇത് കുടിക്കാൻ കഴിയുന്നില്ല. ഗല സൂക്കാ ജാ രഹാ ഹേ, ജോക്കു പറയാണ്. ഗല സൂക്കാ ജാ രഹാ ഹേ, ഗല കഴുത്ത്, തൊണ്ട, സൂക്കന ഉണങ്ങുക, വരളുക. ഔർ തു സടാ പാനി പിലായെ ദേത്തി ഹെ, സടാ പാനി അഴുകിയ ജലം, പിലായെ കുടിപ്പിക്കാൻ, ദേത്തി ഹെ തരുന്നു. മാരി ബാസ് കെ പിയാ നഹീ ജാത്ത, ഈ വെള്ളം എന്താണ്? ദുർഗന്ധം കാരണം കുടിക്കാൻ കഴിയുന്നില്ല. ഗല സൂക്കാ ജ രഹാ ഹെ, ദാഹം കൊണ്ടാണെങ്കിൽ തൊണ്ട വരളുന്നു.
തു സടാ പാനി പിലായി ദേത്തി ഹെ, ഈ സമയത്ത് നീ അഴുകിയ ജലമാണ് അല്ലെങ്കിൽ ദുർഗന്ധമുള്ള ജലമാണ് എനിക്ക് കുടിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ളത്. അവർ പറഞ്ഞു, ജോക്കു ഗംഗയോട് പറഞ്ഞു. ഗംഗി പ്രതിദിൻ ശ്യാം പാനി ഭർലിയ കർത്തി തീ. ഗംഗി പ്രതിദിൻ നിത്യേനെ ഓരോ ദിവസവും, ശ്യാം വൈകുന്നേരം, പാനി ഭർലിയ ജർത്തി തീ വെള്ളം നിറച്ചു കൊണ്ടുവരുമായിരുന്നു. ഗംഗി എല്ലാ ദിവസവും വൈകുന്നേരമാണ് എന്ത് ചെയ്യുക, പാനി ഭർലിയ കർത്തി തീ വെള്ളം നിറക്കാറുണ്ടായിരുന്നത്. കാരണം എന്താണ്, കുഹാം ദൂർത്ത, കിണർ വളരെ ദൂരെയായിരുന്നു, ദൂരം. ബാർ ബാർ ജാന മുഷ്കിൽ ത, വീണ്ടും വീണ്ടും പോവുക അല്ലേ, ഇടയ്ക്കിടെ പോവുക എന്നുള്ളത് എന്താണ്, മുഷ്കിൽ ത, ബുദ്ധിമുട്ടായിരുന്നു. മുഷ്കിൽ ബുദ്ധിമുട്ട്. ഗംഗി എല്ലാ ദിവസവും വൈകുന്നേരമാണ് വെള്ളം നിറക്കാറുള്ളത്. അപ്പോൾ കുഹ ദൂർത്ത, കിണർ വളരെ ദൂരെയായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും വെള്ളത്തിന് പോവുക എന്നുള്ളത് എന്താണ്, വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കൽ വഹ് പാനിയിലായി, ഇന്നലെ അവൾ വെള്ളം കൊണ്ടുവന്നു. തോ ഉസ്മേം ഭൂ ബിൽക്കുൽ നതി, എന്നാൽ അതിൽ തികച്ചും എന്തുണ്ടായിരുന്നില്ല, ഭൂ എന്ന് പറഞ്ഞാൽ ദുർഗന്ധം, ബിൽക്കുൽ തികച്ചും, നത്തി ഉണ്ടായിരുന്നില്ല. ന എന്നുള്ളതിന് നെഹി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, കൽ വഹ് പാനിയിലായി തോ ഉസ്മേം ഭൂ ബിൽക്കുൽ നതി, അത് ഇന്നലെ വെള്ളം കൊണ്ടുവന്നിരുന്നു, ആ സമയത്ത് അതിൽ എന്തുണ്ടായിരുന്നില്ല, ഉസ്മേം ഭൂ ബിൽക്കുൽ നതി, തികച്ചും അതിൽ ദുർഗന്ധം ഉണ്ടായിരുന്നില്ല. ആജ് പാനിമേ ബദ്ബു കൈസി, പിന്നെ ഇന്ന് പാനിമേ വെള്ളത്തിൽ, ബദ്ബു ദുർഗന്ധം, കൈസി എങ്ങനെ. അപ്പം ഗംഗി പറയാണ്, ഇന്നലെ ഞാൻ കൊണ്ടുവന്ന വെള്ളത്തിൽ തീർച്ചയായിട്ടും എന്തുണ്ടായിരുന്നില്ല, ദുർഗന്ധം ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇന്ന് ഈ വെള്ളത്തിന് ദുർഗന്ധം വന്നത്. ലോട്ട നാക്ക് സിലക്കായ, ഇത് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഗംഗി ആ മൊന്ത തൻ്റെ മൂക്കോട് അടുപ്പിച്ചു പിടിച്ചു. തോ സച്ച് മുച്ച് ബദ്ബൂത്തി, എന്നാൽ സത്യത്തിലും അതിൽ എന്തുണ്ടായിരുന്നു, ദുർഗന്ധം ഉണ്ടായിരുന്നു. നാക്ക് മൂക്ക്, ലോട്ട മൊന്ത, നാക്ക് സേലഖാനാണ് മൂക്കോട് അടുപ്പിക്കുക, സച്ച് മുച്ച് സത്യത്തിൽ, ബദ്ബു ദുർഗന്ധം. ആ മൊന്ത തൻ്റെ മുഖത്തോട് അടുപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും അതിനെന്തുണ്ടായിരുന്നു, ദുർഗന്ധമുണ്ടായിരുന്നു. ജരൂർ കോയി ജാൻവർ കോയമേ ഗിർക്കർ മർ ഗയാ ഹോഗ, അപ്പോൾ ഗംഗി പറയാണ്, ജരൂർ തീർച്ചയായും, കോയി ഏതോ, ജാൻവർ മൃഗം, കുയേമേ കിണറിൽ, ഗിർക്കർ വീണിട്ട്, മർ ഗയാ ഹോഗ മരിച്ചിട്ടുണ്ടാവും, ചത്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഗംഗി പറയുന്നത്, തീർച്ചയായിട്ടും ആ കിണറിൽ ഏതെങ്കിലും മൃഗം വീണിട്ട് ചത്തിട്ടുണ്ടാകാം. മഗർ ദൂസര പനി ആവേ കഹാംസെ, ഇനി വേറൊരു വെള്ളം എവിടെ നിന്ന് കൊണ്ടുവരാനാണ് അല്ലേ, ദൂസരെ രണ്ടാമത്തെ, പാനി വെള്ളം, ആവേ കഹാംസെ എവിടെ നിന്ന് കൊണ്ടുവരാനാണ് എന്ന് ഗംഗി പറയുകയാണ്. ഡാക്കുർ കെ കുവം പെർ കോൻ ചടേനെ ദേഗ, ഇനിയിപ്പോൾ എവിടെയാണ് കിണറുള്ളത്, ഡാക്കൂറിൻ്റെ വീട്ടിലാണ്. ഡാക്കുർ കെ കുവം പെർ കോൻ ചടനെ ദേഗ, ഡാക്കൂറിൻ്റെ കിണറിൻ്റെ അടുത്തേക്ക് ആരാണ് കയറാൻ അനുവദിക്കുക. ദൂർ സെ ലോക് ഡാണ്ട് ബത്തായെങ്കിൽ, ദൂരെ നിന്ന് തന്നെ ആളുകൾ എന്തു ചെയ്യും, കാണുമ്പോഴേക്കും ഡാണ്ട് ബത്തായെങ്കിൽ ചീത്ത പറയും. സാഹു കാ കുവാങ് ഖാവ് കെ ഉസ് സിരെ പർ ഹെ, പിന്നെയുള്ളത് ആർക്കാണ് കിണറ്, സാഹുവിന്. സാഹു കാ കുവാങ് ഖാവ് കെ ഉസ് സിരെ പർ ഹെ, സാഹുവിൻ്റെ കിണർ, ഗാവ് ഗ്രാമത്തിൻ്റെ, ഉസ്സിരെ അങ്ങേ തലക്കൽ, സിരാന തലാറ്റം എന്നൊക്കെയാണ് കേട്ടോ, പർ ഹെ. പരന്തു വഹാംബി കോൻ പാനി ഭർനെ ദേഗ, പക്ഷേ പരന്തു എന്നാൽ, വഹാംബി അവിടെയും, കോൻ ആര്, പാനി ഭർന ദേഗ വെള്ളം നിറക്കാൻ അനുവദിക്കും. കോയി തീസര കുവാം ഗാവ് മേ ഹി നെഹി, തീസര മൂന്നാമത്തെ, ഗാവ് ഗ്രാമം, നെഹി എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പോൾ എന്താണ് പറയുന്നത്, ഡാക്കുർക്ക് കുഹാം പർ കോൻ ചടനെ ദേഗ, ഡാക്കുവിൻ്റെ കിണറിലേക്കൊക്കെ ആരാണ് കയറാൻ അനുവദിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് വെള്ളമെടുക്കാൻ ആരാണ് അനുവദിക്കുക. ദൂർസെ ലോകിട്ടാണ്ട് ബത്തായെങ്കിൽ, ദൂരെ നിന്നേ ആളുകൾ അങ്ങോട്ട് ചെന്നാൽ എന്ത് പറയും, ചീത്ത പറയും. സാഹു കാ കുവാങ് ഖാവ് കെ ഉസ്സിരെ പർഹെ, പിന്നെയുള്ളത് സാഹുവിൻ്റെ കിണറാണ്, അത് ഗ്രാമത്തിൻ്റെ അങ്ങേ തലക്കളാണ് ഉള്ളത്. പരന്തു വഹാംബി കോൻ പാനി ഭർനെ ദേഗ, പക്ഷെ ദൂരത്താണെങ്കിലും അവിടെ നിന്നും, സാഹുവിൻ്റെ ആ കിണറിൽ നിന്നും വെള്ളമെടുക്കാൻ ആരാണ് അനുവദിക്കുക. കോയി തീസര കുവാ ഖാവ് മേ ഹി നെഹി, മൂന്നാമതൊരു കിണർ ആ ഗ്രാമത്തിൽ തന്നെ ഇല്ല. വെള്ളം ദാഹിച്ച് വലഞ്ഞൊരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഗംഗി അല്ലേ ഇത്രയും ബുദ്ധിമുട്ടുന്നത്. ഉന്നതരായവരുടെ കിണറുകളിൽ നിന്ന്, ഡാക്കൂറിൻ്റെയോ സാഹുവിൻ്റെയോ കിണറിൽ നിന്ന് നിമ്നജാതിക്കാരിയായ ഗംഗിയെ വെള്ളമെടുക്കാൻ അവർ സമ്മതിക്കുന്നില്ല.
ജോക്കു കൈ ദിൻ സെ ബീമാർ ഹെ. ജോക്കു വളരെ ദിവസമായിട്ട് രോഗിയാണ്. ബീമാർ രോഗി, ബീമാരി എന്ന് പറഞ്ഞാലാണ് രോഗം, ബീമാർ രോഗി. ജോക്കു കൈ ദിൻ കുറേ നാളുകളായിട്ട് ബീമാർ ഹെ അല്ലേ, രോഗിയാണ് ആര്, നമ്മുടെ ജോക്കു. കുച്ച് ദേർ തക്ക് തോ പ്യാസ് രോക്കെ ചുപ്പ് ഗഡാ രഹ. വളരെ സമയം, കുച്ച് ദേർ തക്ക് അല്ലേ, കുറച്ച് സമയത്തേക്ക് പ്യാസ് രോക്കെ ചുപ്പ് പെടാ രഹ, ദാഹമൊക്കെ അടക്കി പിടിച്ചുകൊണ്ട് ആരിരുന്നു, നമ്മുടെ ജോക്കു ഇരുന്നു. പ്യാസ് ദാഹം, രോക്കെ തടയുക, നിർത്തി വെക്കുക, തടഞ്ഞു വെക്കുക എന്നൊക്കെ അർത്ഥാണ് കേട്ടോ. ചുപ്പ് മിണ്ടാതെ. കുറച്ച് നേരത്തേക്ക് നമ്മുടെ ജോക്കു മിണ്ടാതെ ദാഹം അടക്കി പിടിച്ചു നിന്നു. എന്നിട്ടോ ഫിർ ബോല, സഹിക്കാൻ കഴിയാതെ പിന്നെ പറഞ്ഞു. ഫിർ ബോല, പിന്നെ പറഞ്ഞു. അബ് തോ മാരെ പ്യാസ് കെ രഹാ നഹീം ജാത്ത. എന്താ പറഞ്ഞത്, ഇപ്പം ദാഹം കാരണം നിൽക്കാൻ കഴിയുന്നില്ല. മാരെ കാരണം, പ്യാസ് ദാഹം, നഹീം ജാത്ത എന്താണ്, ദാഹം കാരണം നിൽക്കാൻ കഴിയുന്നില്ല. ലാ, ഗംഗയോട് പറയണല്ല, കൊണ്ടുവാ. തോടാ പാനി നാക്ക് ബന്ദ് കർക്കെ പീലോ. കുറച്ച് വെള്ളം അല്ലേ, ദുർഗന്ധം ഉണ്ടായിക്കോട്ടെ അല്ലേ, കുറച്ച് വെള്ളം ഞാൻ മൂക്ക് പൊത്തിപ്പിടിച്ചൊന്ന് കുടിക്കട്ടെ. ഈ ദയനീയ അവസ്ഥ നമ്മളൊന്ന് ഓർക്കണം അല്ലേ. നിങ്ങളായ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ ഉന്നതരെന്നോ താഴ്ന്നവരെന്നോ എന്ന് പറഞ്ഞ് ജാതിയുടെ വ്യത്യാസത്തിൽ മനുഷ്യനെ വേർതിരിക്കരുത്. മനുഷ്യരെല്ലാവരും ഒന്നാണ്. ഈ കഥയിലൂടെ നമുക്ക് തരുന്ന പാഠവും അതുതന്നെയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ സമൂഹത്തിൽ നിർഭാഗ്യവശാൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഈ ഉന്നതരെന്നും നീചരെന്നും എന്നുള്ള വ്യത്യാസമുണ്ട്. സത്യത്തിൽ ഓർത്തു നോക്കിയാൽ അവരാണ് നമുക്ക് അന്നം മുട്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നത്. അതൊക്കെ മറന്നുകൊണ്ട് നമ്മളെ ഒരു താഴ്ന്നവരാണെന്ന് തരം താഴ്ത്തുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും കുട്ടികളായ നിങ്ങളോ നമ്മളെ സമൂഹം ആരും തന്നെ പോകാൻ പാടുള്ളതല്ല. ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഡാക്കൂർ കെ കുവൻ പർ കോൻ ചട്നെ ദേക ഗംഗി ക്യോം ഇസ് പ്രകാർ സോച്തി ഹേ. ഡാക്കൂറിൻ്റെ കിണറിലേക്ക് കയറാൻ ആരെയാണ് അനുവദിക്കുക? ഗംഗി ഇങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണ്? ഗംഗിയൊക്കെ നിമ്നജാതിക്ക സ്ത്രീ ഹേ അല്ലേ. ഗംഗി എന്താണ്, ഒരു താഴ്ന്ന ജാതിയിലെ പെണ്ണാണ്. ഡാക്കൂറോ സാഹു ഒക്കെ എന്താണ്, അവരൊക്കെ ഉന്നത കുലത്തിൽപ്പെട്ടവരാണ്. അപ്പം അവരുടെ കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ കഴിയില്ല എന്നതാണ് അവർ ചിന്തിക്കുന്നത് അല്ലേ, ഗംഗി ചിന്തിക്കുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കുക. ഗംഗീനെ പാനി നദിയ. ഗംഗി എന്ത് കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല. ജോക്കുവിന് കുടിക്കുന്നതിന് വേണ്ടി ആ അഴുകിയ വെള്ളം ഗംഗി കൊടുത്തില്ല. ഖറാബ് പാനി സെ ബീമാരി ബഡ് ജായികി. കാരണം എന്താണ്, ഈ ചീത്ത ഈ അഴുക്കുള്ള ജലം കൊടുക്കുന്നത് കൊണ്ട് ബീമാരി രോഗം ബഡ് ജായികി വർദ്ധിക്കും. ഇത്തിനാ ജാൻതീതി, ഇത്രമാത്രം അവൾക്കറിയാം. ഈ അഴുക്കുള്ള വെള്ളം കുടിച്ചാൽ രോഗം വർദ്ധിക്കുമെന്ന് ആർക്കറിയാം, നമ്മുടെ ഗംഗിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവൾ വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുത്തില്ല ജോക്കുവിന്. പരന്തു യഹിന്ന ജാൻതീതി, പക്ഷേ ഇവൾക്ക് ഇതറിയില്ലായിരുന്നു. കി എന്തെന്നാൽ, എന്താണ് അവൾക്കറിയാത്തത്, പാനിക്കോ ഉബാൽ ദേനെ സെ ഉസ്കി ഖറാബി ജാത്തി രഹത്തി ഹേ. ഉബാലിന തിളപ്പിക്കുക, വെള്ളം തിളപ്പിക്കുന്നത് കൊണ്ട് അതിലുള്ള കേട് മാറുമെന്ന് ആർക്കറിയില്ലായിരുന്നു, നമ്മുടെ പാവം ഗംഗിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അവൾ പിന്നെ എന്ത് ചെയ്തില്ല, തിളപ്പിച്ച് കൊടുത്തില്ല. ആ മോശപ്പെട്ട വെള്ളം കൊടുക്കാൻ അവൾ കൂട്ടാക്കിയില്ല. എന്നിട്ടോ ഉബാൽ ദേന എന്ന് പറഞ്ഞാൽ തിളപ്പിക്കുക. ഉസ്കോ ഗറാബി ജാത്തി രത്തി പറഞ്ഞാൽ വെള്ളം തിളപ്പിക്കുന്നത് കൊണ്ട് അതിലെ കേടുകൾ ഇല്ലാതായി തീരും. അത് ആർക്കറിയില്ല, ഇന്ന ജാൻതി തീ അല്ലേ, അവൾക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് അവൾ പറയാണ്, ഏ പാനി കൈസെ പിയോങ്കെ, ഈ വെള്ളം എങ്ങനെ കുടിക്കും? ഇന്ന ജാനെ കോൻ ജാൻവർ മാരാഹേ, ആർക്കറിയാം ഏത് മൃഗമാണ് അതിൽ സത്തത് എന്ന്. ആര് പറയാണ്, നമ്മുടെ ഗംഗി പറയാണ്. കുവം സെ മേൻ ദൂസര പാനി ലായി ദേത്തി ഹും, ഞാൻ എന്ത് ചെയ്യാം, കിണറിൽ നിന്ന് മറ്റൊരു വെള്ളം കൊണ്ടുവരാം എന്ന് ആര് പറയുകയാണ്, നമ്മുടെ ഗംഗി പറയുകയാണ്. എന്നിട്ടോ അതിലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. ഗറാബ് പാനി പീനെ സെ ബീമാരി ബഡ് ജായേഗി. പാനിക്ക് ഗറാബ് ഹോനേക്ക് ക്യാ ക്യാ കാരൺ ഹോ സക്തി ഹേ. വെള്ളം മലിനമാകാൻ എന്തൊക്കെയായിരിക്കും കാരണം? ഇവിടെ ഗംഗി പറഞ്ഞിട്ടുള്ള കാരണം എന്താണ്, കോയി ജാൻവർ കുയമേ ഗിർക്കർ മരാ ഹോക അല്ലേ, ഏതെങ്കിലുമൊക്കെ മൃഗം വെള്ളത്തിൽ വീണിട്ട് ചത്തിട്ടുണ്ടാകുമെന്നാണ് നമ്മുടെ ഗംഗി പറയുന്നത്. അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ അല്ലേ, ഉന്നതരെന്നോ താഴ്ന്നവരെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം കൊടുക്കണം. പക്ഷേ ഇവിടെ എന്ത് ചെയ്തില്ല, ഗംഗയ്ക്ക് വെള്ളം കിട്ടുന്നില്ല. ജോക്കുനെ ആശ്ചര്യ സെ ഉസ്കി ഓർ ദേക്ക, പാനി കഹാം സെ ലായേഗി. ജോക്കു ആശ്ചര്യത്തോടു കൂടി
ആരെ നോക്കി? നമ്മുടെ ഗംഗയെ നോക്കി. വെള്ളം എവിടെ നിന്ന് കൊണ്ടുവരാനാണ് അല്ലേ? പാനി കാംസലായി. വെള്ളം എവിടെ നിന്ന് കൊണ്ടുവരും? കാരണം എന്താണ്? മറ്റുള്ളവർ കിണർ രണ്ടും ഉന്നതരാണ് അല്ലേ? അവരുടെ കിണറുകളിൽ നിന്ന് ഒരിക്കലും വെള്ളം എടുക്കാൻ ഈ താഴ്ന്ന ജാതിക്കാർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ വെള്ളം കൊണ്ടുവരാമെന്ന് ഗംഗി പറഞ്ഞപ്പോൾ ആശ്ചര്യത്തോടു കൂടി ജോക്കു ചോദിക്കുകയാണ്. അവളെ ആശ്ചര്യത്തോടു കൂടി നോക്കിക്കൊണ്ട് ചോദിച്ചു, പാനി കാംസലായി, നീ വെള്ളം എവിടെ നിന്ന് കൊണ്ടുവരും? डाकुर और साहू के 2 कुएं तो है, क्या एक ലോട്ട പാനി ന ഭർനെ തേങ്കെ. ഡാക്കൂറിനും സാഹുവിനും 2 കിണറുകളുണ്ട്. അതായത് 2 പേർക്കും ഓരോ കിണറുകൾ. അങ്ങനെ 2 കിണറുകളുണ്ട്. ക്യാ ഏക്ക് ലോട്ട പാനി ന ഭർനെ തേങ്കെ. അവരൊക്കെ ഒരു മൊന്ത വെള്ളം എടുക്കാൻ സമ്മതിക്കുമോ? ഒരു മൊന്ത വെള്ളം നിറച്ച് കൊണ്ടുവരാൻ അവർ അനുവദിക്കുമോ? ഹാത്ത് പാവ് തുടവ ആയേകി. ഹാത്ത് പാവ് തുടവ എന്ന് പറഞ്ഞാൽ കയ്യും കാലും തല്ലിയൊടിക്കുക. എന്താണ് നമ്മുടെ ജോക്ക് പറയുന്നത്? കയ്യും കാലും തല്ലിയൊടിക്കും. ഔർ കുച്ചിന്ന ഹോക, അല്ലാതെ ഒന്നും ഉണ്ടാവുകയില്ല. ബൈഡ് ചുപ്കേസേ, അതുകൊണ്ട് മിണ്ടാതിരുന്നോണം. ബൈഡ്ന എന്ന് പറഞ്ഞാൽ ഇരിക്കുക, ചുപ്കേസേ പറഞ്ഞാൽ മിണ്ടാതെ. എന്താണ് ജോക്ക് പറയുന്നത്? അവിടേക്കൊക്കെ വെള്ളം എടുക്കാൻ പോയാൽ കയ്യും കാലും തല്ലിയൊടിക്കും. അവർ കുച്ചിന്ന ഹോക, അല്ലാതെ മറ്റൊന്നും സംഭവിക്കുകയില്ല. ബൈഡ് ചുപ്കേസേ, അതുകൊണ്ട് മിണ്ടാതിരുന്നോണം. ബ്രാഹ്മൺ ദേവത ആശീർവാദ് ദേങ്കെ. എന്താണ് ജോക്ക് പറയുന്നത്? ബ്രാഹ്മണ ദേവതകൾ, അതായത് ഡാക്കൂറും സോഹും ഒക്കെ ആരാധിക്കുന്ന ദേവതമാർ നിങ്ങളെ വേണമെങ്കിൽ അനുഗ്രഹിക്കാം. അവർക്ക് എന്തില്ല? ജാതി വ്യത്യാസമൊന്നുമില്ല. അവരൊക്കെ പൂജിക്കുന്ന ദേവതകൾ നിങ്ങളെ ആശീർവദിച്ചിരിക്കാം. പക്ഷെ എന്ത് ചെയ്യില്ല? ഡാക്കൂർ ലാട്ടി മാരേങ്കെ. ഡാക്കൂർ എന്തു ചെയ്യും? ലാട്ടി മാരേങ്കെ, വടിയെടുത്തടിക്കും. സാഹുജി ഏക്ക് കെ 5 ലേങ്കെ. 1 പകരം 5 തരുമാര് സാഹുജി അല്ലേ? അവരും എന്ത് ചെയ്യില്ല? ഒരു തുള്ളി വെള്ളം പോലും തരില്ല. പിന്നെന്താ പറയണത്? ഗരീബോं കാ ദർദ് കോൻ സമജ്താ ഹേ. ഗരീബ് പാവപ്പെട്ടവർ, ദർദ് വേദന. പാവപ്പെട്ടവരുടെ വേദനയൊക്കെ ആര് മനസ്സിലാക്കാനാണ്? സമച്ചന മനസ്സിലാക്കുക. ഈ പാവപ്പെട്ടവരുടെ വേദനയൊക്കെ ആര് മനസ്സിലാക്കാനാണ്? ഹം തോ മർ ബി ജാത്തെ ഹേ തോ കോയി ദ്വാർ പർ ചാങ്കത്തെ നഹിം ആത്ത. നമ്മളൊക്കെ മരിക്കുകയാണെങ്കിൽ, ഹം തോ മർ ബി ജാത്തെ ഹേ, നമ്മൾ മരിക്കുകയാണെങ്കിൽ, തോ കോയി ആരും, ദ്വാർ പർ, ദ്വാർ ഡോറ്, ജാങ്കന എത്തി നോക്കുക, നഹിമാത്ത വരില്ല. നമ്മളൊക്കെ മരിക്കുകയാണെങ്കിൽ പോലും ആരും ഡോറിലൊന്ന് എത്തി നോക്കാൻ പോലും വരില്ല. കന്താദേനെ തോ ബഡി ബാത്ത് ഹേ. കന്താദേന സഹായിക്കുക. വാക്കർത്ഥം കന്ത എന്ന് പറഞ്ഞാൽ ചുമൽ, ദേന എന്നാൽ നൽകുക. ചുമൽ നൽകുക എന്ന് പറഞ്ഞാൽ എന്താ? സഹായിക്കുക. ഒരു പ്രയോഗമാണത് കേട്ടോ. കന്ത ദേനെ തോ ബഡി ബാത്ത് ഹേ. മറ്റുള്ളവരെ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ഇവർക്ക് അങ്ങനെയുണ്ടോ? ഇല്ല. ഐസേ ലോക കുഹം സേ പാനി ഭർനെ ദേങ്കെ അല്ലേ? അങ്ങനെയുള്ള ഒരു സഹായവും ചെയ്യാത്ത അവരൊക്കെ ഈ കിണറിൽ നിന്ന് വെള്ളം നിറക്കാൻ അനുവദിക്കുമോ എന്ന് ആര് ചോദിക്കുകയാണ്? ജോക്കു ആശ്ചര്യത്തോടു കൂടി നമ്മുടെ ഗംഗയോട് ചോദിച്ചു. അടുത്ത പാരഗ്രാഫ് നോക്കുക. ഇൻ ശബ്ദോമേ കടുവ സത്യത. ജോക്കു പറഞ്ഞ കാര്യങ്ങളിൽ, ആ വാക്കുകളിൽ കൈപ്പേറിയ ഒരു സത്യം ഉണ്ടായിരുന്നു. കടുവ, കൈപ്പേറിയ, സത്യ, സത്യം. ഗംഗി ക്യാ ജവാബ് ദേത്തി. ഗംഗി എന്ത് മറുപടി നൽകും? കിന്തു ഉസ്നെ വഹ് ബദ്ബൂദാർ പാനി പീനേക്കോ നദിയ. പക്ഷേ ആ ബദ്ബൂദാർ, ആ അഴുക്കുള്ള ജലം കൊടുക്കാൻ അല്ലെങ്കിൽ കുടിപ്പിക്കാൻ ആരാഗ്രഹിച്ചില്ല? ബദ്ബു പാനി അല്ലേ? ദേനേക്കോ വിസമ്മതിക്കുക. നമ്മുടെ ഗംഗി ആ മലിനജലം കുടിപ്പിക്കാൻ അവൾ കൊടുത്തില്ല. രാത്കോ 9 ബജേത്തെ. രാത്രി 9 മണിയായിരുന്നു. ദക്കേ മന്ദേ മസ്ദൂർ തോ സോ ചുക്കേത്തെ. 9 ബജെ 9 മണി. രാത്രി 9 മണിയായിരുന്നു. ദക്കേ മാന്തേ മസ്ദൂർ തോ സോ ചുക്കേ ഹേ. ദക്കേ മാന്തേ ക്ഷീണിച്ച. രാവിലെ മുഴുവൻ പണിയെടുക്കുന്ന ആളുകളാണ് ഈ താഴ്ന്ന ജാതിക്കാരല്ലേ? അവരതുകൊണ്ട് തന്നെ എന്താണ്? ക്ഷീണിച്ച തൊഴിലാളികളൊക്കെ, മസ്ദൂർ തൊഴിലാളികൾ, സോ ചുക്കേത്തെ ഉറങ്ങിയിരുന്നു. സോന ഉറങ്ങുക. സോനയ്ക്ക് 2 അർത്ഥമുണ്ട്. സോന എന്ന് പറഞ്ഞാൽ സ്വർണം എന്നുള്ള അർത്ഥമുണ്ട്. സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ ഉറങ്ങുക കേട്ടോ. പകൽ മുഴുവൻ ജോലി ചെയ്ത ആ തൊഴിലാളികളൊക്കെ ക്ഷീണിച്ച് ഉറങ്ങിയിരുന്നു. ഡാക്കൂറിനെ ദർവാസെ പർ 10-5 ബേഫിക്ർ ജമാഅത്തെ. പിന്നെ ആര് മാത്രമാണ് ബാക്കിയുള്ളത്? ഡാക്കൂർ സാബിൻ്റെ അല്ലേ? അവരുടെ വീട്ടിൽ, അവരുടെ വാതിൽക്കൽ ഒരു
10 അല്ല ഒരു 5-10 ആളുകൾ ഇങ്ങനെ യാതൊരു ചിന്തവുമില്ലാതെ ബേഫിക്ർ എന്ന് പറഞ്ഞാൽ നിശ്ചിന്തമായിട്ട് അവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നുണ്ട്. അവരാരാണ്? ഠാക്കൂറിൻ്റെ സ്തുതിപാഠകരാണ് അല്ലേ? ഠാക്കൂറിൻ്റെ സ്തുതിപാഠകരാണ് അവർ യാതൊരു ചിന്തയുമില്ലാതെ അവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മൈതാനി ബഹാദുരി കാത്തോ അഭിന്ന ജമാന രഹേ എന്നിട്ട് അവർ തമ്മിലിങ്ങനെ സംസാരിക്കുകയാണ്. മൈതാനി ബഹാദുരി പറഞ്ഞാൽ കയ്യൂക്ക് കൊണ്ടൊക്കെ കാലം നേടുന്ന കാലമല്ല ഇപ്പം എന്നാണ് അല്ലേ? കയ്യൂക്ക് കൊണ്ട് കാര്യം നേടുന്ന കാലമല്ല ഇപ്പോൾ എന്ന് ആര് പറയുകയാണ്? അവരിങ്ങനെ തമ്മിൽ പറയുകയാണ്. ഞമോക്ക അതിനുള്ള അവസരവും ഇപ്പോൾ ഇല്ല എന്ന് അവരിങ്ങനെ പറയുകയാണ്. അവരൊക്കെ കയ്യൂക്ക് കൊണ്ട് കാര്യം നേടുന്നൊരു കാലഘട്ടം ഉണ്ട്. ഗുണ്ടകളൊക്കെ ഉപയോഗിച്ച് കയ്യൂക്ക് കൊണ്ട് കാര്യം നേടുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി എന്നങ്ങനെ അവർ പരസ്പരം പറയുകയാണ്. കാനൂനി ബഹാദുരിക്ക് ബാത്തേം ഹോ രഹി ഹേ. ഇപ്പം എന്താണ് നടക്കുന്നത്? ഇപ്പം നിയമത്തിലൂടെയുള്ള യുദ്ധമാണ് നടക്കുന്നത്. കാനൂനി നിയമപരമായ, ബഹാദുരി മുന്നേറ്റം അല്ലെങ്കിൽ യുദ്ധം എന്നൊക്കെയുള്ള അർത്ഥമാണ്. നിയമപരമായ മുന്നേറ്റങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്, അല്ലാതെ കയ്യൊക്കെ കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല എന്നവരിങ്ങനെ പരസ്പരം സംസാരിക്കുന്നു. കിത്തിനി ഹോഷിയാരി സെ ഠാക്കൂറിനെ ധാന്യദാർ കോ ഏക് കാസ് മുഖത്തമേ റിഷത്ത് ദി. അവർ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അവർ പറയാണ്. ഠാക്കൂറിൻ്റെ ആ മഹിമയും അവരുടെ കയ്യൂക്കിനെ കുറിച്ചൊക്കെയാണ് അവർ പറയുന്നത്. എന്താ പറയുന്നത്? കിത്തിനി ഹോഷിയാരി സെ, എത്ര സാമർത്ഥ്യത്തോടു കൂടിയാണ്. ഹോഷിയാരി സാമർത്ഥ്യം. ഠാക്കൂറിനെ ദാനേദാർ പോലീസ് ഇൻസ്പെക്ടർ. ഏക് ഖാസ് മുഖദ്ദമേ, ഖാസ് വിശേഷിച്ച പ്രത്യേകിച്ച, മുഖദമ കേസ്, റിഷത്ത് കൈക്കൂലി, ദി നൽകി. അവർ സാഫ് നിക്കാലിനാണ് വൃത്തിയായിട്ട് പോവുക എന്ന് പറഞ്ഞാൽ എന്താ? നൈസായിട്ട് ഊരി പോവുക അല്ലേ? അത് നമ്മൾ പറയാം അങ്ങനെ, നമ്മൾ പ്രയോഗിക്കൽ അങ്ങനെ നൈസായിട്ട് ഒന്ന് ഊരിയറിയില്ലേ? അതേപോലെ അല്ലേ? എത്രമാത്രം സാമർത്ഥ്യമുള്ള ആളുകളോടൊക്കെയാണ് അല്ലേ? ഇത്തിനി ഹോഷിയാരിസെ, എത്ര സാമർത്ഥ്യത്തോടു കൂടിയാണ് ഠാക്കൂർ ഇൻസ്പെക്ടർക്ക് കൈക്കൂലി കൊടുത്തിട്ട് ഒരു കേസിൽ നിന്ന് പ്രത്യേകിച്ചൊരു കേസിൽ നിന്ന് അല്ലേ, വിശേഷപ്പെട്ട ഒരു കേസിൽ നിന്ന് കൈക്കൂലി കൊടുത്തുകൊണ്ട് നൈസായിട്ട് ഊരിപ്പോകുന്നത് അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകുന്നത്. കിത്തിനി അക്കൽ മന്ദീസെ ഏക്ക് മാർക്കേക്ക് മുഖതേക്ക് നക്കൽ ലേ ആയേ. എത്ര ബുദ്ധിസാമർത്ഥ്യമുള്ള ആളുകളിൽ നിന്നാണ് ഒരു കച്ചവട കേസ് അല്ലേ, കച്ചവടത്തിൻ്റെ ഒരു കേസിൻ്റെ പകർപ്പെടുത്ത് ഠാക്കൂർ പോകുന്നത്. ഠാക്കൂറിനെ അങ്ങനെ പൊക്കി പറയാണ് അവർ. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി എന്നൊക്കെയാണ് അവർ പറയുന്നത്. നാസിർ और മെഹത്തമീം സബീ കഹത്തെ ഥേ. നാസിർ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ മെഹത്തമീം എന്നൊക്കെ പറഞ്ഞു. മെഹത്തമീം എന്ന് പറഞ്ഞാൽ മാനേജർ, നാസിർ എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസറും അതുപോലെ തന്നെ മാനേജറൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? എന്താ അവരൊക്കെ പറഞ്ഞിരുന്നത്? നക്കൽ നെഹി മിൽ സക്തി, ആ കേസിൻ്റെ കോപ്പിയൊന്നും കിട്ടുകയില്ല എന്ന്. എന്നിട്ടോ വളരെയധികം സാമർത്ഥ്യത്തോടുകൂടി അത് ഠാക്കൂർ കൈക്കലാക്കി എന്നാണ് പറയുന്നത് അവർ. കോയി 50 മാങ്കത്ത, അന്നത്തെ കാലത്താട്ടോ 50 എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വിലയില്ലാന്ന് നോക്കണ്ട, അന്നത്തെ കാലത്ത് 50 ചോദിക്കും. കോയി 50 മാങ്കത്ത, 50 രൂപ. ചില ആളുകൾ 50 വേണമെന്ന് പറഞ്ഞു, ആവശ്യപ്പെട്ടു, മാങ്കിനെ ആവശ്യപ്പെടുക. കോയി 100, ചില ആളുകൾ 100 വേണമെന്ന് പറഞ്ഞു ഈ കോപ്പി എടുക്കാൻ. യഹാം ബേ പൈസെ കൗഡി നക്കലൂടാതി. എന്നാൽ ഠാക്കൂർ എന്ത് ചെയ്തു? ഒരു ചില്ലിക്കാശ് പോലെ, കൗഡി ചില്ലിക്കാശ്, ഒരു ചില്ലിക്കാശ് പോലും നൽകാതെ അതിൻ്റെ പകർപ്പെടുത്തു പോന്നു. കാം കർണേക്ക ഡങ്ക് ചാഹിയെ. ഓരോ പ്രവൃത്തിക്കും ഓരോ രീതിയുണ്ട് അല്ലേ? അതിനൊക്കെയുള്ള സാമർത്ഥ്യമാണെന്നറിയില്ല നമ്മൾ, അതാണ് പറഞ്ഞത്. കാം കർണേക്ക ഡങ്ക് ചാഹിയെ. പ്രവൃത്തിയൊക്കെ ചെയ്യാൻ അതിൻ്റേതായ ഓരോ രീതിയുണ്ട്, ഓരോന്നിനും ഓരോ കാര്യമുണ്ടെന്ന് പറയില്ലേ, ഓരോന്നിനും ഓരോ രീതി ഉണ്ടെന്ന് പറയാം. അതേപോലെയാണ് പറഞ്ഞത്, ഓരോ കാര്യത്തിനും അതിൻ്റേതായ രീതിയുണ്ട്. അതിലൊക്കെ ആര് സമർത്ഥരാണ്? ഈ നമ്മുടെ ഠാക്കൂർ സമർത്ഥരാണ് എന്ന് അവരിങ്ങനെ ഠാക്കൂറിനെ പുകഴ്ത്തിക്കൊണ്ടിങ്ങനെ പറയുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഗംഗി എന്ത് ചെയ്യുന്നത്? ഈ സമയം ഗംഗി കുയൻ സെ പാനി ലേനെ പഹുഞ്ചി. ഈ സമയത്ത് നമ്മുടെ ഗംഗി ജോക്കുവിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് ആ കിണറിൻ്റെ അടുത്തേക്ക്, ഠാക്കൂറിൻ്റെ കിണറിൻ്റെ അടുത്തേക്ക് എത്തുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഉപകാരപ്പെട്ടതെന്ന് തോന്നുകയാണ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക, അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.